യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, വളരെ മനോഹരമായ, നമ്മുടെ ഹൃദയം കൊണ്ട് ഒരുപാട് ചിന്തിക്കേണ്ട ഒരു ദൈവവചനം. പ്രഭാഷകന്റെ പുസ്തകം 13:3. ധനികൻ ദ്രോഹിക്കുക മാത്രമല്ല, നിന്ദിക്കുക കൂടെ ചെയ്യുന്നു. ദരിദ്രൻ ദ്രോഹം സഹിച്ചാൽ മാത്രം പോരാ, ക്ഷമായാചനവും നടത്തണം. അടിയെല്ലാം അവൻ ഏറ്റുവാങ്ങുകയും വേണം, പിന്നെ കുനിഞ്ഞു കുത്തി കാലെ വീഴുകയും വേണം. ധനികൻ അഹങ്കാരത്തിൽ മതിമറന്ന് ദ്രോഹിക്കുക മാത്രമല്ല, നിന്ദിക്കുകയുടൻ നാണം കെടുത്തുകൂടെ ചെയ്യും. പാവപ്പെട്ടവൻ ദ്രോഹം സഹിച്ചാൽ മാത്രം പോരാ, അവൻ്റെ കാലെ വീഴുകയും വേണം. ധനികനും ദരിദ്രനും തമ്മിലുള്ള വ്യത്യാസം യേശുവിൻ്റെ കൃപയിൽ ചേർത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവവചനം ആരിലേക്ക് വരുന്നോ അവിടെ ധനികനില്ല, ദരിദ്രനില്ല, ദൈവകൃപയുടെ സമ്പന്നർ മാത്രം. ദൈവത്തിൻ്റെ വചനം നമ്മളെ പുതുക്കുകയും പുതുമയുള്ളവരായി നിലനിർത്തുകയും ചെയ്യട്ടെ. ആമേൻ.